തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും നിയമന തട്ടിപ്പെന്ന ആരോപണം. നിയമന തട്ടിപ്പിനെതിരെ BJP പ്രതിഷേധം നടത്തി. ശുചീകരണ തൊഴിലാളികളുടെ നിയമനത്തിലെ അഴിമതികൾ ചൂണ്ടിക്കാട്ടി BJP കൗൺസിൽ അംഗങ്ങൾ മേയറെയും കോർപ്പറേഷൻ സെക്രട്ടറിയും ഉപരോധിച്ചു. CPM ജനപ്രതിനിധിയും കഴക്കൂട്ടം കൗൺസിലറുമായ കവിതയെയും നിയമന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CPM നേതൃത്വം ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെതിരെയാണ് വീണ്ടും നിയമന തട്ടിപ്പ് ആരോപണം ഉയരുന്നത്. ശുചീകരണ തൊഴിലാളികൾക്ക് പട്ടിക തയ്യാറാക്കിയ 56 പേരടങ്ങുന്ന പട്ടികയിൽ പാർട്ടിക്കാരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. ഇതിനെതിരെയാണ് BJP ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴക്കൂട്ടം CPM കൗൺസിലർ കവിതയും ഈ നിയമന പട്ടികയിൽ ഉൾപ്പെടുന്നു. ഈ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യണം. ഒരു കൗൺസിലർ ഉൾപ്പെടുന്ന ഭരണസമിതി ഇൻ്റർവ്യൂ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആ കൗൺസിലറെ തന്നെ ജോലിക്ക് എടുത്തിരിക്കുന്ന ലിസ്റ്റുമായി ഒരു നിമിഷം പോലും മുൻപോട്ട് പോകാൻ സാധിക്കില്ല. സെക്രട്ടറിക്ക് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ രേഖാമൂലം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കവിത LS കഴക്കൂട്ടം CPM കൗൺസിലർ ഉൾപ്പെടെ ഉള്ളവരുടെ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് ലിസ്റ്റിൽ കാണാനില്ല. ഇതിലൊക്കെ തന്നെ ദുരൂഹതകൾ നിഴലിക്കുന്നുണ്ട്. ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നുള്ള ആവശ്യം ഞങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണ്. ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സാധാരണഗതിയിൽ നിയമനങ്ങൾ കോർപ്പറേഷൻ നടക്കുമ്പോൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കൗൺസിൽ പരിശോധിച്ചാണ് നിയമന ശുപാർശ നൽകുന്നത്. ഇത് മേയർ നേരിട്ട് അറിയിച്ചതായാണ് ആരോപണം. BJPക്ക് ധനകാര്യ സ്റ്റാൻഡിംഗ് കൗൺസിലിൽ മേൽക്കൈയുള്ളതുകൊണ്ട് തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി നിയമന ശുപാർശ വാങ്ങിയാണ് പിൻവാതിൽ നിയമനത്തിന് ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. പാർട്ടിക്ക് പ്രത്യേകം താല്പര്യമുള്ള ആൾക്കാർ എന്നാണ് എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ള ഡേറ്റ് പോലും പറയാതെയാണ് ക്രമക്കേട് കാണിച്ചിരിക്കുന്നത്. ഇത്രയും പ്രത്യക്ഷമായിട്ട് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അനധികൃത നിയമനങ്ങൾ, വഴിവിട്ട നിയമനങ്ങൾ നടത്തുകയാണ്. ഇങ്ങനെ പാർട്ടി നിയമിക്കുന്ന വ്യക്തികളാണ്, ഇങ്ങനെ പാർട്ടി താല്പര്യം കൊണ്ട് നിയമിക്കുന്ന വ്യക്തികളാണ് രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് അവർ പുല്ല് വെട്ടാൻ പോവില്ല, ക്ലീനിങ് ജോലിക്ക് പോവില്ല, തെരുവുനായെ പിടിക്കാൻ പോവില്ല. അവരൊക്കെ തന്നെ പാർട്ടി പ്രവർത്തനത്തിന് പോകുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെയാണ് കഴിഞ്ഞ 45 വർഷം കൊണ്ട് ഈ കോർപ്പറേഷൻ തകർത്തുകൊണ്ടിരിക്കുന്നത്. നിയമന പട്ടികയിൽ അഴിമതി ചൂണ്ടിക്കാണിച്ച് BJP മേയറെയും കോർപ്പറേഷൻ സെക്രട്ടറിയും ഉപരോധിച്ചു. ഇവരുടെ ഇന്റർവ്യൂവിന്റെ മാർക്ക് അത് ഏതൊക്കെ സ്കിൽ ടെസ്റ്റിന്റെ മാർക്ക് എത്രയാണ്, ഇന്റർവ്യൂവിന്റെ മാർക്ക് എത്രയാണ്, ഇതൊന്നും നമുക്ക് തന്നിട്ടില്ല. അതെല്ലാം നമുക്ക് തരണം. അത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത സമയത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ 3 കൗൺസിലർമാർ, ശ്രീ DG കുമാരൻ, ശ്രീ നന്ദഭാർഗവ്, ശ്രീമതി പത്മരേഖ, ഈ 3 പേരും ഈ ആവശ്യം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉന്നയിച്ചിരുന്നതാണ്. പക്ഷെ അത് മുഖവിലേക്ക് പോലും എടുക്കാതെയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭൂരിപക്ഷത്തിന്റെ പുറത്ത് മാത്രമാണ് പാസാക്കിയത്. മുൻ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനിൽ നിയമനം നൽകിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ജനം, തിരുവനന്തപുരം.